ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മിറ്റ്നിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ആദ്യമായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായി കേൾക്കുന്നു ട്രയൽ പോയിൻറ്റ്സ്, അതുപോലെ തന്നെ ഇത്ര ട്രയൽ പോയിൻറ്റ്സ് വെച്ച് ഞാൻ ഇത്രയും പ്രോഡക്റ്റ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ്സ് എന്താണെന്നൊക്കെ നമുക്ക് കാണാം. ഞാൻ കുറച്ച് നാളായി ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും അതിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പോഴത്തേക്കും പ്രോഡക്റ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു. എന്നാലും ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റാണ് മേടിച്ചത് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് കിട്ടിയത്. ഇതിന് ഞാൻ മേടിച്ചതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 6 പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഈ പ്രാവശ്യം മേടിച്ചത്. 6 ട്രയൽ പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് 6 പ്രോഡക്റ്റ്സ്. അപ്പോൾ ആ 6 പ്രോഡക്റ്റ്സ് ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഡീകൺസ്ട്രക്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലൈറ്റ് വെയ്റ്റ് ജെൽ സൺസ്ക്രീൻ ആണ്. ഇതെനിക്ക് ഒന്ന് യൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നു, കാരണം ജെൽ സൺസ്ക്രീൻ ആണ്. അപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ അപ്പോൾ എനിക്ക് സ്യൂട്ട് ആവുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. പിന്നെ വന്നിട്ട് ഡീകൺസ്ട്രക്റ്റിൻ്റെ തന്നെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. നോൺ കോമഡജനിക് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഈ ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് മേടിച്ചത്. പിന്നെ വന്നിട്ട് പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റെക്നോൾ അണ്ടർ ഐ ക്രീമാണ്. ഈ ഒരു റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതാണ്, കാരണം ഇത്രയും എമൗണ്ട് ഉണ്ടല്ലോ. ഇതിപ്പം 8 ഗ്രാം ഓഫ് ക്വാണ്ടിറ്റി വരുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ ഞാൻ മേടിച്ചത് ഡീബെൽ ബ്രാൻഡിൻ്റെ ഗ്രീൻ ടീ, ഗൊഗോബ ഓയിൽ ആൻഡ് വിറ്റാമിൻ ഇ ആസറ്റോൺ ഫ്രീ ആയിട്ടുള്ള 30 വൈപ്സ് വരുന്ന മറ്റേ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന വൈപ്സ് ആണ്. ഇത് അടിപൊളിയായിട്ട് ഇത് പെർഫോം ചെയ്യുന്നതാണ്. സാധാരണ ഇതിൻ്റെ ഒരു ഒറ്റ വൈപ്പ് കൊണ്ട് നമുക്ക് ഫുൾ കാലിലും കയ്യിലും ഒക്കെ യൂസ് ചെയ്യാം. സാധാരണ ചിലത് യൂസ് ചെയ്യുമ്പോൾ ഒറ്റ കയ്യിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തെ ആ ഒരു ആൽക്കഹോൾ കണ്ടന്റ് പോയിട്ട് പിന്നെ നമുക്ക് രണ്ടാമത് ഒരെണ്ണം എടുക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇതിനത് വരാറില്ല. ഈ ഒരു സ്മിറ്റിനിൽ തന്നെ നമുക്ക് ഒത്തിരി പെർഫ്യൂംസിൻ്റെ ഒക്കെ മിനി ട്രയൽ പാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പ്രോഡക്ട്സിൻ്റെ ട്രയൽ പാക്ക് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് മിനി പെർഫ്യൂംസ് ഒക്കെ കിട്ടും. നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വലിയ ബോട്ടിൽസ് നമുക്ക് മേടിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ച ഒരെണ്ണമാണ് ബെല്ല വിറ്റയുടെ റോസ് വുമൺ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒരു കോംബോ പാക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെനിക്ക് അറിയത്തില്ല ആ സാധനമായിരുന്നു ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഒരു പെർഫ്യൂം കണ്ടപ്പോൾ ഞാനങ്ങ് മേടിച്ചതേ ഉള്ളൂ. ഒരു മൈൽഡ് റോസ് ആ ഒരു സ്മെല്ലാണ്. പിന്നെ വന്നിട്ട് ല്യൂ ഇൻറ്റൻസ് എന്ന് പറയുന്ന ഒരു 8 ml വരുന്ന പെർഫ്യൂം തന്നെയാണ്. അതും ഒരു ലൈറ്റ് സ്മെല്ലാണ് കേട്ടോ. ഈ രണ്ട് പെർഫ്യൂമും ലൈറ്റ് സ്മെല്ലാണ്. ഇതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി വൈസ് നമുക്ക് എടുക്കാം. ചില പ്രോഡക്റ്റ് നമുക്ക് 8 മില്ലി വരെയൊക്കെ കിട്ടും. ചില പ്രോഡക്റ്റ് 5 മില്ലി 2 മില്ലി അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഞാൻ 8 മില്ലി തന്നെ എടുത്തത്. അപ്പോൾ തീർന്നു, ഇത് ഓൾമോസ്റ്റ് തീർന്നു. കണ്ടോ, ഇതും ഒരു ലൈറ്റ് ഫ്രാഗ്രൻസ് ആണ് വരുന്നത്, ല്യൂ ഇൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇത്രയും സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാർട്ടിൽ ഇങ്ങനെ ഫ്രീ ഗിഫ്റ്റ് ആഡ് ചെയ്യാമെന്നൊരു ഓപ്ഷൻ കണ്ടു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു കുറച്ച് എത്രയോ ഓപ്ഷൻ വന്നു. അപ്പം ഞാനതെനിക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തു. അതിൻ്റെ അകത്തുണ്ട് ഈ ഒരു റെഡ് വൈൻ ഫേസ് മിസ്റ്റ് ആൻഡ് ടോണർ. ഇതൊരു ടോണറാണ്, പിൽഗ്രിം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ടോണറാണ്. നിയാസിനമൈഡ് ഒക്കെ വരുന്നതുകൊണ്ട് ഓയിലി സ്കിന്നിനൊക്കെ സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തു. ഇതിനകത്തൊന്നും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് പ്രൂഫ് കാണിച്ചു തരാം. ഉണ്ട്, ഇത് ആകെ ഇല്ല, ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ആകെ ഇത് ലാസ്റ്റ് പോകുന്നതേ ഉള്ളൂ. ഇതിനകത്തൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്തായിരുന്നു. നല്ലൊരു ടോണറാണ്. ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുമ്പം. പിന്നെ എനിക്ക് സ്യൂട്ടബിളായിട്ട് തോന്നി. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനയുടെ ബ്രാൻഡിൻ്റെ ഒരു സമയത്ത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു PH ലിപ്സ്റ്റിക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിപ്സ്റ്റിക്ക് നമ്മുടെ ലിപ്പിൻ്റെ PH അനുസരിച്ച് അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് വിസിബിൾ അല്ല. PH അനുസരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കളർ മാറും. ഇത് ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാം, കാരണം ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇതൊക്കെ മായ്ച്ചിട്ട് ഇത് ഇട്ടിടാം. ഞാനൊരു വേറൊരു റിവ്യൂ വേറെ ആയിട്ട് ചെയ്യാം. ഇതിലിങ്ങനെയാണ് വരുന്നത്. നോർമൽ ആ ഒരു വലിയ പാക്കേജിൻ്റെ മിനി വെർഷൻ. നല്ല സ്മെല്ലാണ് കേട്ടോ. പഴയ നമ്മളിങ്ങനെ ഈ ഡാൻസിനൊക്കെ ഒരുക്കുമ്പോഴത്തേക്കുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, ആ സ്മെല്ലായിരുന്നു. പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സാധനം ട്രിസെം എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ കെരാറ്റിൻ സ്മൂത്ത് വിത്ത് ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഫ്രിസ് ഹെയർ സെറമാണ്. ഞാൻ ഇതിന് മുന്നേ ഹെയർ സെറം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്ട്രീറ്റ്സ് എന്ന് പറയുന്ന സെറമാണ്. ഇതാണ് എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു ഫ്രീ പാക്ക് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഭയങ്കര ഒരു ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയറാണ്. അപ്പോൾ അതിലിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാണാൻ പറ്റുമോ, ഞാൻ ഇത്രേ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ചിലപ്പോൾ ഞാനിത് മാറ്റിയിട്ട് ഇതിലേക്ക് മാറും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പം മുടി. അപ്പം അതാണ് രണ്ടാമത്തെ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം.
പിന്നെ ഇത് ഡോക്ടർ റെഡ്ഡീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വെനുസിയ മാറ്റ്സ് ഇൻറ്റൻസീവ് മോയ്സ്ചറൈസിങ് ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണമാണ്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും, എവരിഡേ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് 20 ഗ്രാമാണ് ഈ ഒരു കുഞ്ഞു ബോട്ടിൽ വരുന്നത്. ഇത് ഞാൻ 1-2 പ്രാവശ്യം കണ്ട് യൂസ് ചെയ്തുള്ളൂ. ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല. ഡോക്ടർ റെഡ്ഡീസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു മെഡിക്കേറ്റഡ് ഒരു ആംബിയൻസ് ആണല്ലോ. ഇത് അങ്ങനെ എനിക്ക് തോന്നിയത്. ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോഷൻ കിട്ടത്തില്ല, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ഇത്രയും പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256, ഒരു 260, 250 ആ ഒരു റേഞ്ചിലാണ് ഞാൻ ഈ ഇത്രയും പ്രോഡക്റ്റ്സ് മേടിച്ചത്. കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിരിക്കുന്ന കണ്ടു, ഞാൻ ഇത്ര പ്രോഡക്റ്റ്സ് ഇത്ര ഫ്രീ ആയിട്ട് മേടിച്ചു, ഞാൻ 20 പ്രോഡക്റ്റ്സ് മേടിച്ചു 100 രൂപയ്ക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ തമ്മിലൊക്കെ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമ്മൾ റെഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇഷ്ടംപോലെ ട്രയൽ പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെയാണ് മേടിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഇനി സ്മിട്ടൺ എന്താണെന്ന് ഇതുവരെ അറിയത്തില്ലാത്തവർക്ക്, സ്മിട്ടൺ ഒരു ആപ്പാണ്, അത് ആർക്കും അറിയാൻ പാടില്ലാത്തതല്ലേ. സ്മിട്ടൻ്റെ അകത്ത് കുറേ ബ്രാൻഡ്സിൻ്റെ ട്രയൽ പാക്കുകൾ അവർ ആ ഒരു ആപ്പിൻ്റെ അകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ പ്രോഡക്ട്സിനും ആ കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന ഓരോ ട്രയൽ പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 6 ട്രയൽ പോയിൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യമേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു 6 ട്രയൽ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ 6 ട്രയൽ പോയിൻറ്റ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. 2 ട്രയൽ പോയിൻറ്റ് വരുന്ന പ്രോഡക്ട്സ് നമുക്ക് 3 എണ്ണം മേടിക്കാം, അല്ലെങ്കിൽ ഓരോ ട്രയൽ പോയിൻറ്റ്സ് വരുന്ന 6 എണ്ണം മേടിക്കാൻ പറ്റും. ഓരോ ട്രയൽ പോയിൻറ്റ്സ് വരുന്ന അത്യാവശ്യം ക്വാണ്ടിറ്റി വരുന്ന 6 എണ്ണം മേടിച്ച്, ജസ്റ്റ് മലയാളി തിങ്സ്. അപ്പോൾ നമുക്ക് അതൊക്കെയാണ് സ്മിട്ടനിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല പ്രോഡക്റ്റ്സ്, ഇപ്പം ഈ 2 പ്രോഡക്റ്റ്സ് വേണമായിരുന്നു എനിക്ക്. ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ട. കാരണം ഇതിൻ്റെ ഡീകൺസ്ട്രക്ട് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഈ റീസെൻ്റ്ലി അത്യാവശ്യം നല്ല ഹൈപ്പുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇത് ഓയിൽ ഫ്രീ ആണ്, ജെൽ ടൈപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ച് നോക്കിയാണ്. പക്ഷേ ഇതെൻ്റെ സ്കിന്നിന് സ്യൂട്ടായില്ല. ഇത് കാണുന്ന ആരെങ്കിലും ഓയിലി സ്കിന്നുള്ളവരുണ്ട്, ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെയാ തോന്നിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കെന്തോ സ്കിന്നിന് ഇത് സെറ്റായില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കെന്തോ ഇത് സ്കിന്നിന് സെറ്റായില്ല. എൻ്റെ നല്ല എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്, ആക്നെ പ്രോൺ ഒക്കെ ആയിട്ടുള്ള സ്കിന്ന്. അപ്പോൾ ഇതെനിക്കൊന്ന് യൂസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വലിയൊരു ട്യൂബ് മേടിച്ചിട്ട് അത് വേസ്റ്റ് ആക്കി കളയുന്നതിലും നല്ലത് നമ്മളിങ്ങനെ ഈ ഒരു ചെറിയ ട്യൂബ് മേടിക്കുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഫ്രീയും കിട്ടും, നമുക്ക് നമ്മുടെ പർപ്പസും നടക്കും. അപ്പോൾ ഞാനിനി ആ ഒരു പ്രോഡക്റ്റ് മേടിക്കത്തില്ല, കാരണം എനിക്ക് മനസ്സിലായല്ലോ അതെൻ്റെ സ്കിന്നിന് ചേരത്തില്ല എന്ന്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്മിട്ടൺ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണം, അതിൻ്റെ ട്രയൽ പാക്ക് ആ സ്മിട്ടണിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മറ്റുള്ളൊരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണിത്. ഇതും ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ജസ്റ്റ് ഒരു പൗച്ച, ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ച. ഇത്ര സാധനം കിട്ടിയപ്പോൾ ഇതും കൂടെ കിട്ടി എൻ്റെ കൂടെ. ഇതെനിക്ക് കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കും തോന്നിയായിരുന്നു എനിക്കും വേണം എന്നുള്ളത്. അങ്ങനെ കിട്ടിയതാണ്. സോ സ്മിട്ടനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇതുപോലെ തന്നെ സ്മിട്ടനിൽ പല പല പ്രോഡക്റ്റ്സ് നമ്മൾ പർപ്പിളിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്മിട്ടനിൽ നിന്ന് പ്രോഡക്റ്റ്സ് മേടിക്കാൻ പറ്റും. റീസെൻ്റ്ലി ഒരു 2-3 പ്രോഡക്റ്റ് ഞാൻ ഒരുമിച്ച് കാർട്ടിലിട്ട് മേടിക്കാൻ നോക്കിയപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് സ്മിട്ടനിലാണ് റേറ്റ് കുറവായിട്ട് തോന്നിയത്. എന്നിട്ട് ഞാൻ സ്മിട്ടനിൽ നിന്നാണ് മേടിച്ചത്. എനിക്ക് ഒരു നെഗറ്റീവ് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല അവരുടെ ഭാഗത്തുനിന്നൊന്നും മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. എൻ്റെ വ്ലോഗിൽ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഡക്റ്റ് എന്തായിരുന്നു എൻ്റെ പേര്, ഒരു ലിപ്സ്റ്റിക്, ഒരു ലിപ് ബാം ആണ്. വിഷ് കെയറിൻ്റെ ഒരു ടെർമറിക് ഇത് വരുന്ന ഒരു ലിപ് ബാം മേടിച്ചിട്ട് അവരെനിക്ക് അയച്ച്, ബാക്കി 2 സാധനങ്ങളും എനിക്ക് അടിപൊളിയായിട്ട് കിട്ടി. വിഷ് കെയറിൻ്റെ തന്നെ ഒരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു, പിന്നെ പ്ലമ്മിൻ്റെ ഒരു ടോണർ ഉണ്ടായിരുന്നു. അത് രണ്ടും എനിക്ക് അടിപൊളിയായിട്ട് കിട്ടി. പക്ഷേ ഈ സാധനം, ഈ ഒരു ലിപ് ബാം എന്ന് പറഞ്ഞ സംഭവം എനിക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ കവറിൻ്റെ ഉള്ളിലൊക്കെ പൂപ്പൽ പിടിച്ചിട്ടിരിപ്പുണ്ടായിരുന്നു. പൂപ്പൽ പിടിച്ചൊരുമാതിരി കറുത്തതുപോലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതും ആ ഒരു പ്രോഡക്റ്റിന് 200 സംതിങ് വില വരുന്ന ആ ഒരു ചെറിയ ഒരു ലിപ് ബാമിന് അത്രയും ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പിഗ്മെൻറ്റഡ് ലിപ്സിനൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി, അതിൽ ഫുള്ള് പൂപ്പൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആദ്യമായിട്ട് വന്ന മിസ്റ്റേക്ക് ആണോ, ഇനിയും പാക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയത്തില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതർവൈസ് എനിക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ പാക്സ് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്മിട്ടൺ നല്ലൊരു ഓപ്ഷനാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. ഇതുവരെ അറിയാൻ പാടില്ലാത്തവരായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കുറേ കണ്ടൻസ് എൻ്റെ ഈ ചാനലിലുണ്ട്, നിങ്ങൾ കയറി കണ്ടാൽ മതി. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നിടം വരെ ടാറ്റാ.